ഡൊണാൾഡ് ട്രംപിൻ്റെ മകൻ ഡോൺ ജൂനിയർ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ അല്ലെങ്കിൽ ഡോൺ ജൂനിയർ അടുത്ത 2 ദിവസങ്ങൾ, അതായത് ഇവിടെ ശനി ഞായർ ദിവസങ്ങളിൽ ബഹാമസിനടുത്തുള്ള നല്ലൊരു ദ്വീപിൽ വെച്ച് ഒരു വിവാഹ സെറിമണി കണ്ടക്ട് ചെയ്യുകയാണ്. അവിടെ ഡൊണാൾഡ് ട്രംപ് അവിടെ പോകണമെന്നുള്ള ഒരു തീരുമാനമാണ് മുൻപെടുത്തിരുന്നത്. എന്നാൽ ഇന്ന് വൈറ്റ് ഹൗസിൽ നടന്ന ഒരു ചർച്ചയിൽ, ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അത് ക്യാൻസൽ ചെയ്യുന്നു. അദ്ദേഹം അതിന് പറയുന്ന കാരണം എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് സം ക്രിറ്റിക്കൽ സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന ഇറാനും യുദ്ധം, ഒപ്പം തന്നെ ഇവിടെ നടക്കുന്ന ക്യൂബയിൽ നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, റാവുൾ കാസ്ട്രോനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ഇതുകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബഹാമസിൽ നടക്കുന്ന മകൻ്റെ വിവാഹ ചടങ്ങിൽ ട്രംപ് പങ്കെടുക്കില്ല എന്ന് ട്രംപ് തന്നെയാണ് ഇന്ന് ലോകത്തെ അറിയിച്ചത്. ബെറ്റീന ആൻഡേഴ്സൺ എന്ന സ്ത്രീയാണ് അവരുടെ വിവാഹം കഴിക്കുന്നത്. അവർ വെസ്റ്റ് പാം ബീച്ചിലെ ഒരു സെലിബ്രിറ്റി പോലെയുള്ളൊരു കഥാപാത്രമാണ് ഈ ബെറ്റീന ആൻഡേഴ്സൺ. ഇദ്ദേഹത്തിൻ്റെ ഡോൺ ജൂനിയറിൻ്റെ മുമ്പത്തെ ബന്ധം എന്ന് പറയുന്നത് ഗുഫായിൽ എന്ന് പറഞ്ഞ അവരിൽ നിന്നും 2024 ബന്ധം വേർപ്പെടുത്തിയ ശേഷമാണ് ഇദ്ദേഹം പുതിയൊരു ബന്ധത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിതിൽ നിന്ന് രാഷ്ട്രീയ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെതിരെ ഈ ആഴ്ച, ഈ വീക്കെൻഡ്, അതായത് ഇവിടുത്തെ ഒരു വളരെ പ്രാധാന്യമുള്ളൊരു വീക്കെൻഡാണിത്. മെമ്മോറിയൽ ഡേ വീക്കെൻഡ്, ഇതിന് ലോങ് വീക്കെൻഡ് എന്ന് പറയും. തിങ്കളാഴ്ച മുടക്കാണ്, കാരണം ഈ മെമ്മോറിയൽ ഡേ ആണ്. അപ്പോൾ ആ ഒരു മുടക്കിൻ്റെ ആ ഒരു ലോങ് വീക്കെൻഡ് കണക്കാക്കിയാണ് ഈ വിവാഹം സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ ചൊവ്വാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ഇറാനെ അടിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. കാരണം ഇവർ തമ്മിലുള്ള ആ ഒരു വെടിനിർത്തൽ കുറച്ച് നാളായി നടത്തി കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു യുദ്ധം ഇതിലേക്ക് അടുക്കുന്നില്ല. അപ്പോൾ അവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സ്ലഡ്ജ് ഹാമർ തിങ്കളാഴ്ച തുടങ്ങുമെന്നായിരുന്നു. നമുക്കറിയാം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പ്രൊട്ടക്റ്റിംഗ് ഫ്രീഡം, പല പേരുകളിലിട്ട് എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും ഇപ്പം ഈ വെടിനിർത്തലിൽ നിന്നും മാറി ഇദ്ദേഹം ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിയിലേക്ക് ഈ ഇനിയുള്ള അടി, അതായത് ആ വെടിനിർത്തലിൽ നിന്നും പിൻവാങ്ങി അടിക്കും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. പക്ഷേ വേണമെങ്കിൽ ഒത്തുതീർപ്പിലും ആയിക്കൂടാന്നില്ല. കാരണം പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ ഈ ഒരു വെടിനിർത്തലിന് വേണ്ടിയിട്ട് ഈ ഇതിൻ്റെ സമ്പുഷ്ടീകരിച്ച ന്യൂക്ലിയർ മെറ്റീരിയൽ ചൈനയ്ക്കോ പാകിസ്ഥാനോ കൊടുത്ത് ഒത്തുതീർപ്പാൻ. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തല ഊരിയേ പറ്റുള്ളൂ. കാരണം അവരുടെ ഈ ആയുധ ശേഖരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയുധ ശേഖരം കുറയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ $50,000 വിലയുള്ള ഒരു ഡ്രോണ് ഇറാൻ തൊടുത്തുവിടുമ്പോൾ അമേരിക്ക ചെലവാക്കുന്നത് $12 മില്യൺ മിസൈലാണ്. അത് താഡ് മിസൈൽ സിസ്റ്റം എന്നൊക്കെ പറയും. താഡ് മിസൈൽ സിസ്റ്റം ഒക്കെ വെച്ചിട്ടാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനുള്ള ആയുധശേഖരം കുറഞ്ഞു. മറ്റ് ശത്രു രാജ്യങ്ങൾ എവിടെയെങ്കിലും യുദ്ധം പുറപ്പെട്ടാൽ അതില്ലാത്ത രീതിയിലേക്ക് ആയി മാറും. തന്നെയുമല്ല, 42 യുദ്ധവിമാനങ്ങൾ F-35 ആർക്കും വെടിവെച്ചിടാൻ പറ്റാത്ത ഇല്ല എന്ന് പറഞ്ഞിരുന്ന 1-2 F-35, F-15 ഈഗിൾ, F-22 റാപ്റ്റർ, അങ്ങനെയുള്ള ഒട്ടനവധി 42 വിമാനങ്ങൾ നാശനഷ്ടമോ അതല്ലെങ്കിൽ ഇത് കാണാതാവുകയോ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുകയോ സംഭവിച്ചിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ. അപ്പോൾ അത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു ആഘാതമായിരിക്കും അമേരിക്കൻ സേനയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ അറബ് രാജ്യങ്ങളുടെ സ്വാധീനം, സൗദിയും ഖത്തറും ഈജിപ്റ്റ് പോലെയുള്ള രാജ്യങ്ങൾ, ടർക്കി പോലെയുള്ള രാജ്യങ്ങൾ അടിക്കണ്ട എന്ന് പറയാണ്. എന്നാൽ ഇപ്പുറത്തെ ഭാഗത്ത് UAE പറയണ ശക്തമായി അടിച്ചു തീർക്കുക. ഓപ്പറേഷൻ സ്ലഡ്ജ് ഹാമർ, അതായത് ഖത്തർ സൗദി അറേബ്യ പറയുന്നത് അവർക്ക് കുറച്ചും കൂടി അവസരം കൊടുക്കുക, അവർ ചിലപ്പോൾ നമുക്ക് തിരിച്ചു തരും, ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം തരും എന്നൊക്കെയാണ് ഇവരുടെ ഭാഷ്യം. അപ്പോൾ അറബ് രാജ്യങ്ങളിൽ തന്നെ ഭിന്നിച്ച ശബ്ദമാണ് കേൾക്കുന്നത്. അവരുടെ നിലപാടുകൾ അറിയാതെ ഡൊണാൾഡ് ട്രംപിന് ഈ ഒരു ഇതിലേക്ക് പോകാനും സാധിക്കില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന വിവാദമാണ് ക്യൂബയുമായിട്ട് ബന്ധപ്പെട്ട വിവാദം. ഈ ക്യൂബൻ വിഭാഗത്തിൽ റാവുൾ കാസ്ട്രോക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ പോയി അറസ്റ്റ് ചെയ്യാൻ ഇപ്പം നിസ്സാര കേസുള്ളൂ. ഇപ്പം
വെനിസുലയിൽ പോയ പോലെ ഒറ്റ പോക്കിന് പോയി റാവുൾ കാസ്ട്രോയെ പിടിച്ചു കൊണ്ടുവന്നാൽ അത് വലിയൊരു നീക്കമായിരിക്കും. അപ്പം ഈ വീക്കെൻഡ് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു. മകന്റെ വിവാഹം പോലും, വിവാഹ ചടങ്ങിൽ പോലും പങ്കെടുക്കാതെ ഡൊണാൾഡ് ട്രംപ് മാറി നിൽക്കുന്നു. അത് അത്രയും കൊട്ടിഘോഷിച്ച വിവാഹമാണ്. അത് മകന്റെ വിവാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഡൊണാൾഡ് ട്രംപ് ഒഴിവാക്കുന്നൊരു സംഭവമല്ല. അപ്പം എന്തിനു വേണ്ടി ഡൊണാൾഡ് ട്രംപ് മകന്റെ വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നു? അദ്ദേഹം പറഞ്ഞ വാക്ക് ക്രിറ്റിക്കൽ തിങ്സ് ഹാപ്പനിങ് ഇൻ വാഷിങ്ടൺ. അതായത് വളരെ സങ്കീർണമായ കാര്യങ്ങളാണ് വാഷിങ്ടണിൽ. എന്താ, ഇറാൻ യുദ്ധമാണ്, അല്ലെങ്കിൽ ക്യൂബൻ ക്രൈസിസ്, ക്യൂബയിലെ റാവുൾ കാസ്ട്രോയെ പിടിച്ചുകൊണ്ടിരണം. ഇത്തരത്തിലുള്ള എന്തോ ഒരു ചർച്ച ഉരുതിരിഞ്ഞു വരുന്നു ഈ 2 ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് അദ്ദേഹം പോകുന്നില്ല. അപ്പം വീണ്ടും ഇറാൻ അടിക്കാനുള്ള തയ്യാറെടുപ്പാണെങ്കിൽ പോലും അത് വലിയൊരു നീക്കമായിരിക്കും. കാരണം ഇറാൻ, നമുക്കറിയാം, പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ അവരൊരു പേപ്പർ അങ്ങോട്ട് കൊടുക്കുന്നു, ഒരു പേപ്പർ ഇങ്ങോട്ട് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. അത് എവിടെ എത്തിച്ചേരും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.